മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ സമഗ്രമായ ഇടപെടൽ നടത്താൻ ടൂറിസം വകുപ്പ്. സഞ്ചാരികൾക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ സ്ഥാപിക്കും. മൂന്നാറിൽ നിരന്തരമായി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നത്. ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച മൂന്നാറിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കളങ്കം സൃഷ്ടിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂന്നാറിലെ സമഗ്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇപ്പം മൂന്നാറ് സംഭവിച്ചുള്ള ടാക്സി, ആട്ടോ, ജീപ്പ് ഡ്രൈവർമാർ പൊതുവെ ഞങ്ങൾ എല്ലാ ടൂറിസ്റ്റുകളും സ്വീകരിക്കാൻ എന്തോ ഒരു ഡ്രൈവറോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു നാട്ടുകാരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂന്നാറ് ടാക്സി ഡ്രൈവർമാരെയും മൂന്നാർ ജീപ്പ്, ആട്ടോ ഇവിടുത്തെ നിവാസികളെയാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയല്ല ഒട്ടും. മറ്റു പട്ടണങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, ബൈപ്പാസ് റോഡ് ഉണ്ട്, ആ ബൈപ്പാസ് റോഡ് ഉപയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ, അല്പം വൈഡൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മൂന്നാറിലെ ട്രാഫിക് ജാം 50% കുറയ്ക്കാനായിട്ട് സാധിക്കും. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളും ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള, തമിഴ്നാട് സർക്കാരുകൾ ഇടപെട്ട് കോർഡിനേഷൻ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.